ആഹാഹാ! ഇതാണ് ഞാൻ കാത്തിരുന്ന നിമിഷം. നിന്ന് ബബ്ബബ്ബ അടിക്കുന്നേ കണ്ടോ? പണ്ട് മാഗ്ന കാർട്ട സൈൻ ചെയ്ത ഡേറ്റ് തെറ്റിപ്പോയതിന് എന്നെ വിറപ്പിച്ച ടീമാ. എല്ലാത്തിനും എണ്ണി എണ്ണി ചോദിച്ചുകൊണ്ടുള്ള ഒരു ട്രിപ്പാണിത്. ഹിസ്റ്ററിയിൽ നല്ല താല്പര്യമുള്ള 2 ആളുകളായതുകൊണ്ട് അവർക്ക് നേരത്തെ കേട്ട് പരിചയമുള്ള എന്തെങ്കിലുമൊക്കെ അവരെ യൂറോപ്പിൽ കാണിക്കണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ടായി. അങ്ങനെയാണ് ഞങ്ങൾ ഈ യാത്ര റോമിൽ നിന്ന് തുടങ്ങിയത്. ചരിത്ര കുതുകികളായ മനുഷ്യന്മാർക്ക് പറ്റിയ സ്ഥലാണിത്. കൊളോസിയത്തിൽ കൊണ്ടുപോയി നിർത്തി റോമൻ എംപററിന്റെ ചരിത്രമൊക്കെ കുറെ ക്വസ്റ്റ്യൻ ചോദിച്ച് ഞാനങ്ങട്ട് ആത്മനിർവൃതി അടഞ്ഞു. ഈ കൊളോസിയം ഇപ്പോഴും ലോകാത്ഭുതങ്ങളിൽ ഒന്നായി നിൽക്കുന്നതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. 2000 വർഷങ്ങൾക്ക് മുമ്പ് 80,000 ആൾക്കാർക്കൊക്കെ ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു അറീന ഉണ്ടാക്കാന്ന് വെച്ചാൽ ഇത് ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളത് മാത്രമല്ല 50,000 ആൾക്കാർക്ക് 15 മിനിറ്റ് കൊണ്ട് ഇതിന്റെ പുറത്തെത്താൻ പറ്റുന്ന ടെക്നോളജി ഉണ്ടല്ലോ. റോമൻ എഞ്ചിനീയറിംഗ് മാസ്റ്റർ ക്ലാസ് ആണ്. ഗ്ലാഡിയേറ്റർ ഫൈറ്റ്സും വൈൽഡ് അനിമൽ ഫൈറ്റ്സും കുറേ എക്സിക്യൂഷൻസും ഒക്കെ നടന്നൊരു സ്ഥലം. എനിക്ക് ഗ്ലാഡിയേറ്റർ സിനിമയിൽ ഒരു സീനിൽ അങ്ങ് പോയി നിൽക്കണ പോലെയായിരുന്നു. എന്തായാലും റോം വരെ ഒന്ന് വന്നതല്ലേ, എന്നാ പിന്നെ നമുക്ക് വത്തിക്കാൻ സിറ്റി കൂടെ ഒന്ന് പോയിട്ട് വരാം. സെന്റ് പീറ്റേഴ്സ് ബസിലേക്ക് എത്തിയപ്പോൾ ഇത് നാട്ടിലെ പള്ളിയാണെന്ന് വരെ തോന്നിപ്പോയി. അയ്യോ, പള്ളി കണ്ടിട്ടല്ല, ഞാൻ പോയ ദിവസം അവിടുത്തെ സ്റ്റാഫ് മൊത്തം മലയാളികളായിരുന്നു. അവിടുത്തെ എന്റെ മെയിൻ അട്രാക്ഷൻ മൈക്കലാഞ്ചലോയുടെ ഈ സ്റ്റാച്യു ആയിരുന്നു. മൈക്കലാഞ്ചലോ സൈൻ ചെയ്തിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരേ ഒരു സ്റ്റാച്യു കൂടിയാണ് പിയറ്റ. ഒരു മാസം കഴിഞ്ഞിട്ട് ഇതെല്ലാം ഞാൻ ഒന്നുകൂടെ ചോദിക്കും, എന്നിട്ട് ഉത്തരം തെറ്റിയ ഇമ്പോസിഷൻ എഴുതിപ്പിക്കും. കാലചക്രം തിരിഞ്ഞു വരുന്നുണ്ട്.